ക്രിനാലിൻ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്നുള്ളത് സ്പ്ലീൻ ആണ്. സ്പ്ലീൻ എന്നത് പ്രീവിയസ്ലി ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സ്പ്ലീൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഹെഡിങ്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യുക. അതിൽ ഈ ഡയഗ്രാം നിങ്ങൾ ഇത് ഏത് ടോപ്പിക്കാണെങ്കിലും നിങ്ങൾ ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗോ ഫോർ എ ഡയഗ്രാം. ഓക്കെ, ഒന്നും എഴുതാതെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ വിട്ടു പോരരുത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യണം. ഇതുവരെ കവർ ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്സ് ഉണ്ടെങ്കിൽ, ഇനി സമയമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഡയഗ്രാം. ഒരു ഡയഗ്രാമെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചിരിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രസ്റ്റ് ആണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാമാണ് നമ്മുടെ ലിംഫാറ്റിക്സ്. അതുപോലെ ഓരോന്നിനും ഇപ്പോൾ സ്റ്റൊമക്ക് ആണെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഡയഗ്രാമെങ്കിലും പഠിച്ചിരിക്കുക. സോ ഞാൻ അധികം ലാഗ് അടുപ്പിക്കാത്ത സ്പ്ലീനിനെ കുറിച്ച് പറയാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്താ? ലിംഫാറ്റിക് ഓർഗനാണ്, ബ്ലഡ് വാസ്കുലർ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയാം. പിന്നെ എന്താ, നമ്മുടെ ബ്ലഡിൻ്റെ ഒരു ഫിൽറ്റർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫംഗ്ഷനാണ് ഇറ്റ് ആക്ട് ആസ് എ ഫിൽറ്റർ ഫോർ ബ്ലഡ് ആൻഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഈ ഒരു ഡയഗ്രം നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം കേട്ടോ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സ്റ്റേണൽ റിലേഷൻസ് അടക്കം, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അടക്കം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ലൊക്കേഷനാണ്. ലൊക്കേഷൻ നമുക്കറിയാം, സ്പ്ലീൻ കിടക്കുന്ന ലെഫ്റ്റ് സൈഡിലാണ്. നമ്മൾ അബ്ഡോമെന്നെ നമ്മൾ 9 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകാൻ നമുക്ക് സമയമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതെന്താ, ലെഫ്റ്റ് ഹൈപ്പോകോൺഡ്രിയത്തിലും എപ്പിഗാസ്ട്രിയത്തിലാണ് ആര് കിടക്കുന്നത്, നമ്മുടെ സ്പ്ലീൻ കിടക്കുന്നത്. ഇനി ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു വെഡ്ജ് ഷേപ്പ്ഡ് ഓർഗനാണ് അല്ലേ. വെഡ്ജ് ഷേപ്പ്ഡ് ഓർഗനാണ്, ടെട്രാഹീഡ്രൽ ഇൻ ഷേപ്പാണ്. അപ്പോൾ ലൊക്കേഷനെ കുറിച്ച് ഈ ഒരു 3 പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ലെഫ്റ്റ് ഹൈപ്പോകോൺഡ്രിയത്തിലും എപ്പിഗാസ്ട്രിയത്തിലുമായിട്ടാണ് ഇത് നിൽക്കുന്നത്. കമ്മിങ് ടു ഡയമെൻഷൻ പറയുമ്പോൾ ഞാൻ പറയുന്നത് ആദ്യം, ഇത് നിങ്ങൾ ഡൈസെക്ഷൻ ഹാളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ സ്പ്ലീൻ എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഇത് ബ്ലഡ് ഫിൽറ്റർ ആണല്ലോ, അപ്പോൾ ഹൈലി വാസ്കുലർ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കളർ നിങ്ങൾ കണ്ടല്ലോ, ഡാർക്ക് പർപ്പിളിൻ കളറാണ്. ഓക്കെ, ഈ ഒരു ഡയഗ്രം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും പോയിന്റ് എഴുതാം. ഇനി ഡയമെൻഷനിലേക്ക് വരുമ്പോൾ എങ്ങനെ പഠിക്കേണ്ടറിയോ, 1, 3, 5 എന്ന് പഠിക്കാം. 1 inch ഓഫ് തിക്നെസ്, 3 inch ഓഫ് ബ്രെഡ്, 5 inch ഓഫ് ലെങ്ത്ത്. ഓക്കെ, 1, 3, 5 TBL. അതാണ് ഇതിൻ്റെ ഡയമെൻഷൻ. ഇനി കമ്മിങ് ടു പൊസിഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇത് ഒബ്ലിക് ആയിട്ടാണ് കിടക്കുന്നത്. സ്പ്ലീൻ ഉള്ളത് ഒബ്ലിക് ആയിട്ടാണ് കിടക്കുന്നത്. 10th റിബിൻ്റെ ലോങ് ആക്സിസിനോട്, ഓക്കെ, 10th റിബിൻ്റെ ലോങ് ആക്സിസിൽ ഒബ്ലിക്കലിയാണ് ഇത് കിടക്കുന്നത്. ഇനി ഇതിൻ്റെ ഇതെങ്ങനെയാണ് കിടക്കുന്നത്, ഡൗൺവാർഡ്, താഴേക്ക്, ഫ്രണ്ടിലേക്ക്, ലാറ്ററലി. ഇത് നോക്കൂ, ഡൗൺവാർഡാണ്, ഫോർവേഡാണ്, ലാറ്ററലിയാണ്. ഓക്കെ, സോ ഈ ഡയഗ്രം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ, ഇത് വരക്കാൻ പഠിക്കണമെന്ന് ഞാൻ പറയില്ല, ബട്ട് ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, സോ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, ഡൗൺവാർഡാണ്, താഴോട്ടാണ്, ഫോർവേഡാണ്, ലാറ്ററലിയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ്, എക്സ്റ്റേണൽ ഫീച്ചറിൽ എന്തൊക്കെ, നമുക്ക് 4 കാര്യമാണ് പറയാനുള്ളത്. 2 എൻഡ്, 3 ബോർഡർ, 2 സർഫസ്, ഹൈലം. സോ നോട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കേട്ടോ. നിങ്ങളിപ്പോൾ നോട്ട് എഴുതാൻ നിൽക്കണ്ട, നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ കമ്മിങ് ടു 2 എൻഡ്. ഓക്കെ, എക്സ്റ്റേണൽ ഫീച്ചറിലേക്ക് വരികയാണ്. 2 എൻഡ് ഏതൊക്കെ 2 എൻഡ്, നമുക്കൊരു ആൻറ്റീരിയർ എൻഡ് ഉണ്ട്. നമ്മുടെ ഒരു ആൻറ്റീരിയർ എൻഡ് ഉണ്ട്, ഒരു പോസ്റ്റീരിയർ എൻഡും ഉണ്ട്. ഓക്കെ, ഈ ആൻറ്റീരിയർ എൻഡ് കിടക്കുന്നത് ലാറ്ററലി ആയതുകൊണ്ട് നമുക്കതിനെ ലാറ്ററൽ എൻഡ് എന്നും പറയാം. പോസ്റ്റീരിയർ എൻഡ് കിടക്കുന്നത് മീഡിയൽ ആയതുകൊണ്ട് നമുക്കതിനെ മീഡിയൽ എൻഡ് എന്നും പറയാം. ഇനി ഇതെങ്ങനെ, ഈ ആൻറ്റീരിയർ എൻഡ് എങ്ങനെ കാണാൻ, യെസ്, ഇറ്റ്സ് ബോർഡർ ലൈക്കാണ്. ഓക്കെ, ബോർഡർ ലൈക്കാണ്, ഡയറക്റ്റ് ഡൗൺവാർഡ് ആൻഡ് ഫോർവേഡ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. താഴോട്ടാണ്, ഫ്രണ്ടിലോട്ടാണ്, ഡൗൺവാർഡ് ആൻഡ് ഫോർവേഡാണ്. അതേസമയം നമ്മൾ പോസ്റ്റീരിയർ എൻഡ് എന്ന് പറഞ്ഞാൽ റൗണ്ടാണ്. ഓക്കെ, റൗണ്ടഡ് ആണ്, അത് കിടക്കുന്നത് അപ്വാർഡ് ആൻഡ് ബാക്ക്വാർഡാണ്. ഓക്കെ, അപ്വാർഡ്, ബാക്ക്വാർഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ 2 എൻഡ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് 3 ബോർഡേഴ്സ്. നിങ്ങളിത് നോക്കിയാൽ മതി. ഇവിടെ നമുക്കൊരു ഓക്കെ, ഒരു സുപ്പീരിയർ ബോർഡർ, ഒരു സുപ്പീരിയർ ബോർഡർ ഉണ്ട്, ഒരു ഇൻഫീരിയർ ബോർഡർ ഉണ്ട്. ഇനി നമ്മൾ ബാക്ക് നിന്ന് നോക്കുമ്പോൾ, നിങ്ങൾ ഈ സ്പെസിമെൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനൊരു ഇൻഫീരിയർ ബോർഡറും ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ബോർഡറും ഉണ്ട്. ഈ സുപ്പീരിയർ ബോർഡർ എങ്ങനെയാണ്, സുപ്പീരിയർ ബോർഡർ നോക്കുക, കുറേ നോച്ചസ് ഉള്ളൊരു സാധനമാണ് അല്ലേ, കുറേ നോച്ചസ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ സുപ്പീരിയർ ബോർഡർ എന്ന് പറഞ്ഞാൽ നോച്ച്ഡ് ആണ്. ഇനി ഇൻഫീരിയർ എങ്ങനെ കിടക്കുന്നത്, ഇൻഫീരിയർ റൗണ്ടഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇൻഫീരിയർ. ഓക്കെ, ഇൻ്റർമീഡിയറ്റും റൗണ്ടഡ് ആയിരിക്കും. സോ നമുക്ക് 3 ബോർഡേഴ്സ് ഉണ്ട്, 2 എൻഡ് ഉണ്ട്. ഇനി കമ്മിങ് ടു സർഫസ്, നമുക്ക് 2 സർഫസ് ഉള്ളത്, ഡയഫ്രമാറ്റിക് സർഫസും ഉണ്ട്, വിസറൽ സർഫസും ഉണ്ട്. ഡയഫ്രമാറ്റിക് കോൺവെക്സും സ്മൂത്തും ആയിരിക്കും, വിസറലോ കോൺകേവും ഇറഗുലറും ആയിരിക്കും. ഓക്കെ, കോൺവെക്സ് ആൻഡ് സ്മൂത്ത്, കോൺകേവ് ആൻഡ് ഇറഗുലർ.
ഈ സ്പെസിമെൻ നിങ്ങളൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. നിങ്ങൾക്കിത് ഗ്രോസിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ് കേട്ടോ. സ്പ്ലീൻ എന്നൊക്കെ ഉള്ളത് പ്രാക്ടിക്കലിന് ചോദിക്കുന്ന ഒരാളാണ്. ഓക്കെ, കമ്മിങ് ടു ഹൈലം. ഈ ഹൈലം എവിടെ കിടക്കണമെന്ന് വെച്ചാൽ നമ്മുടെ സുപ്പീരിയർ ബോർഡറിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ബോർഡറിൻ്റെ ഇടയിലായിട്ട്. ഇപ്പം നമ്മളിവിടെ നമ്മുടെ സുപ്പീരിയർ ബോർഡർ കണ്ടു അല്ലേ. ഇനി ഇതിൻ്റെ പുറകിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ബോർഡർ കാണാൻ പറ്റും. അതിൻ്റെ രണ്ടിൻ്റെയും സെൻട്രലായിട്ട് കിടക്കുന്ന ആളാണ് ആര്? ഹൈലം. ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ മതി. ഇതാണ് ഹൈലം. ഇതിൻ്റെ പുറകിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ ഹൈലം എന്ന് പറഞ്ഞാൽ സ്പ്ലെനിക് വെസൽസിൻ്റെ ബ്രാഞ്ചസും ട്രിബ്യൂട്ടറീസും ഒക്കെ പിയേഴ്സ് ചെയ്ത് പോണതാണ് ഈ ഹൈലം. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു? എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പറഞ്ഞു. അടുത്ത നമുക്ക് പറയാനുള്ളത് റിലേഷൻസ് ആണ്. സോ നമ്മൾ സ്പ്ലീൻ്റെ റിലേഷൻ രണ്ടായിട്ടാണ് പഠിക്കുന്നത്. പെരിറ്റോണിയൽ റിലേഷൻസും ഉണ്ട്, വിസറൽ റിലേഷൻസും ഉണ്ട്. പെരിറ്റോണിയൽ റിലേഷൻസിൽ നമുക്ക് 3 ലിഗമെൻസിനെ കുറിച്ച് പഠിക്കാം. വിസറൽ റിലേഷൻസിൽ നമ്മൾ മെയിനായിട്ട് ഇംപ്രഷൻസ് ആണ് പറയാൻ പോണത്. എന്താണ് ഇംപ്രഷൻസ്? സോ കമ്മിങ് ടു പെരിറ്റോണിയൽ റിലേഷൻ, നമ്മൾ പറഞ്ഞു 3 ലിഗമെൻറ്റ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഗ്യാസ്ട്രോസ്പ്ലെനിക് ലിഗമെൻറ്റ്. ആ പേരിൽ നിങ്ങൾ നോക്ക്, ഗ്യാസ്ട്രോസ്പ്ലെനിക് ലിഗമെൻറ്റ്, ഗ്യാസ്ട്രോ, സ്റ്റൊമക്ക്, സ്പ്ലീൻ. ഓക്കെ, അപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ പേര് പഠിക്കുക, ഗ്യാസ്ട്രോസ്പ്ലെനിക് ലിഗമെൻറ്റ് എഴുതി വെക്കുക. അതായത് സ്റ്റൊമക്കിനെയും സ്പ്ലീനിനെയും അവർ തമ്മിലുള്ള ലിഗമെൻറ്റാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈലം ഓഫ് സ്പ്ലീൻ ടു ഗ്രേറ്റർ കർവേച്ചർ ഓഫ് സ്റ്റൊമക്ക്, എക്സ്റ്റെൻഡ് ഫ്രം ഹൈലം ഓഫ് സ്പ്ലീൻ ടു ഗ്രേറ്റർ കർവേച്ചർ ഓഫ് സ്റ്റൊമക്ക്. ഇനി അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത്, ഷോർട്ട് ഗ്യാസ്ട്രിക് വെസൽസ്, ലിംഫാറ്റിക്, സിമ്പത്തറ്റിക് നെർവ്സ്. ഇതാണ് ഇതിലെ 3 കണ്ടൻസ്. ഇത് കാണാതെ പഠിക്കണം കേട്ടോ. ഈ കണ്ടൻസൊക്കെ നിങ്ങൾക്ക് ഒന്നും തീരെ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ലിഗമെൻറ്റിൻ്റെ പേര് പഠിക്കുക, അതിൻ്റെ കണക്ഷൻ എങ്കിലും പഠിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ലീനോ റീനൽ ലിഗമെൻറ്റ്. ലീനോ റീനൽ എന്ന് പറയുമ്പോൾ റീനൽ കിഡ്നിയുമായിട്ടുള്ള കണക്ഷനാണ്. ഓക്കെ, സോ എക്സ്റ്റെൻഡ് ഫ്രം ഹൈലം ഓഫ് സ്പ്ലീൻ ടു ആൻറ്റീരിയർ സർഫസ് ഓഫ് ലെഫ്റ്റ് കിഡ്നി. ലെഫ്റ്റ് സൈഡിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് കിഡ്നീൻ്റെ ആൻറ്റീരിയർ സർഫസുമായിട്ടായിരിക്കും കണക്ഷൻ എന്ന് പറയാം. അതിലാണ് അതിൻ്റെ കണ്ടൻറ്റ് പറയുമ്പോൾ ടെയിൽ ഓഫ് പാൻക്രിയാസ്, സ്പ്ലെനിക് വെസൽ, പാൻക്രിയാറ്റിക്കോ സ്പ്ലെനിക് ലിഗമെൻറ്റ്. സോ ലാസ്റ്റ് വൺ ഈസ് ഫ്രെനിക്കോ കോളിക് ലിഗമെൻറ്റ്. ഇത് സ്പ്ലീനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ഒരു ലിഗമെൻ്റ് ഒന്നുമില്ല, പക്ഷേ അതിൻ്റെ ആൻറ്റീരിയർ എൻഡിനെ സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ ആൻറ്റീരിയർ എൻഡ് എവിടെ കിടക്കുന്നത്? ഈ ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനവിടെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഫിസിയോളജിയിൽ പ്രാക്ടിക്കൽ ചെയ്തപ്പോൾ പെർക്കഷൻ എന്തെങ്കിലും ചെയ്തപ്പോൾ നമ്മൾ സ്പ്ലീനോമെഗാലി നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് പോകുക അല്ലേ. റൈറ്റ് ഇലിയാക് ഫോഴ്സിൽ നിന്നാണ് നമ്മൾ സ്പ്ലീനോമെഗാലി ചെയ്തുകൊണ്ട് പോകുന്നത്. എന്തുകൊണ്ട് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ചെയ്യുന്നില്ല? കാരണം ഈ ഫ്രെനിക്കോ കോളിക് ലിഗമെൻറ്റ് അവിടെ ഉണ്ടായതുകൊണ്ട് ഇത് എല്ലാവരും ചെയ്യുമ്പോൾ എന്തുമില്ല, ലെഫ്റ്റ് സൈഡിലേക്ക് പോവാതെ പകരം റൈറ്റ് സൈഡിലോട്ട് വരും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ റൈറ്റ് ഇലിയാക് ഫോഴ്സിൽ നിന്ന് അതിനെ പെർക്കസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു വിസറൽ റിലേഷൻസ്. വിസറൽ റിലേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫണ്ടസ് ഓഫ് സ്റ്റൊമക്ക്. ഇത് നോക്കിയാൽ മതി, സ്റ്റൊമക്കിൻ്റെ ഫണ്ടസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, സ്റ്റൊമക്കിൻ്റെ ഫണ്ടസുമായിട്ട് റിലേറ്റ്. ഈ ഡയഗ്രം നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നില്ല, പക്ഷേ ഇത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ദിസ് വൺ യു ഷുഡ് സ്റ്റഡി. അപ്പോൾ ഫണ്ടസ് ഓഫ് സ്റ്റൊമക്കുമായിട്ട് റിലേറ്റഡ് ആണ്. ആൻറ്റീരിയർ സർഫസ് ഓഫ് ലെഫ്റ്റ് കിഡ്നി, പിന്നെ സ്പ്ലെനിക് ഫ്ലെക്ചർ, ഇതാണ് സ്പ്ലെനിക് ഫ്ലെക്ചർ, പിന്നെ ടെയിൽ ഓഫ് പാൻക്രിയാസ്. സോ 4 കാര്യങ്ങളായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഫണ്ടസ് ഓഫ് സ്റ്റൊമക്ക്, ആൻറ്റീരിയർ സർഫസ് ഓഫ് ലെഫ്റ്റ് കിഡ്നി, സ്പ്ലെനിക് ഫ്ലെക്ചർ, ടെയിൽ ഓഫ് പാൻക്രിയാസ്. ഈ ഡയഗ്രം മനസ്സിൽ വിചാരിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്കൊരു ഓർമ്മ കിട്ടും. നെക്സ്റ്റ് വൺ ഈസ് ഇംപ്രഷൻസ്. ഫസ്റ്റ് വൺ എന്താണ്? ഗ്യാസ്ട്രിക് ഇംപ്രഷൻ. ഇതാണ് നമ്മുടെ ഗ്യാസ്ട്രിക് ഇംപ്രഷൻ. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഗ്യാസ്ട്രിക് ഇംപ്രഷൻ. സോ അത് സുപ്പീരിയർ ബോർഡറിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ബോർഡറിൻ്റെ ഇടയിലാണ് ഗ്യാസ്ട്രിക് ഇംപ്രഷൻ കാണുന്നത്. ഫണ്ടസ് ഓഫ് സ്റ്റൊമക്കാണ് ഈ ഗ്യാസ്ട്രിക് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണത്. നിങ്ങൾ ഈ ഡയഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റിലേഷൻ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് റീനൽ ഇംപ്രഷൻ. ഈ റീനൽ ഇംപ്രഷൻ എവിടെ കാണുന്നത്? യെസ്, ഇൻ്റർമീഡിയറ്റിൻ്റെയും ഇൻഫീരിയർ ബോർഡറിൻ്റെ ഇടയിലാണ് റീനൽ ഇംപ്രഷൻ കാണാൻ പറ്റുക. ലെഫ്റ്റ് കിഡ്നിയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോട്ടിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഇൻഫീരിയർ ആൻഡ് ഇൻ്റർമീഡിയറ്റ് ബോർഡർ, ലെഫ്റ്റ് കിഡ്നിയാണ് അത് ക്രിയേറ്റ് ചെയ്യണത്. അടുത്തത് കോളിക് ഇംപ്രഷൻ. ഈ ട്രയാങ്കുലർ ഏരിയയാണ് കോളിക് ഇംപ്രഷൻ. ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇയാളാണ്, നമ്മുടെ സ്പ്ലെനിക് ഫ്ലെക്ചർ. ഓക്കെ, സ്പ്ലെനിക് ഫ്ലെക്ചറാണ് ഈ സ്പ്ലെനിക് ഫ്ലെക്ചർ ഓഫ് കോളനാണ് കോളിക് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് വൺ പാൻക്രിയാറ്റിക് ഇംപ്രഷൻ. ടെയിൽ ഓഫ് പാൻക്രിയാസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഹൈലത്തിൻ്റെയും കോളിക് ഇംപ്രഷൻ്റെയും നടുവിൽ. കണ്ടോ, ഇതാണ് പാൻക്രിയാറ്റിക് ഇംപ്രഷൻ. ഇത് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ഇവിടെ ടെയിൽ ഓഫ് പാൻക്രിയാസ് ആണത് ക്രിയേറ്റ് ചെയ്തത്. ഹൈലത്തിൻ്റെയും കോളിക് ഇംപ്രഷൻ്റെയും ബിറ്റ്വീൻ ആയിട്ടാണ് ഇത് വരുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഹൈലം. ഇറ്റ് ലൈസ് ഇൻ ഇൻറ്റെറോമീഡിയൽ പാർട്ട് ഓഫ് ഗ്യാസ്ട്രിക് ഇംപ്രഷൻ, ട്രാൻസ്മിറ്റ്സ് സ്പ്ലെനിക് വെസൽസ് ആൻഡ് നർവ്സ്, പ്രൊവൈഡ്സ് അറ്റാച്ച്മെൻറ്റ് ടു ഗ്യാസ്ട്രോസ്പ്ലെനിക് ആൻഡ് ലീനോ റീനൽ ലിഗമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തിരിച്ചൊന്ന് എഴുതിയെന്ന് മാത്രം. ഓക്കെ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വിസറൽ റിലേഷൻസിൽ പറയണം. ഇതിൽ പറയാനുള്ളൊരു പോയിൻ്റാണ് ഡയഫ്രമാറ്റിക് സർഫസ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡയഫ്രം, പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡയഫ്രം. ഇനി ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഡയഫ്രമാണ് സ്പ്ലീനിനെ പ്ലൂര ആൻഡ് ലങ്സ് എന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ക്ലിനിക്കൽ അനാട്ടമി. ക്ലിനിക്കൽ അനാട്ടമിയിൽ നമ്മൾ എല്ലാം ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് അറ്റ്ലീസ്റ്റ് സ്റ്റഡി ദിസ് 3: പാൽപേഷൻ ഓഫ് സ്പ്ലീൻ, സ്പ്ലീനോമെഗാലി, സ്പ്ലീനെക്ടമി. ഈ 3 പഠിക്കാം. എന്താണ് പാൽപേഷൻ ഓഫ് സ്പ്ലീൻ? യൂഷ്വലി നോർമൽ ആയിട്ടുള്ള ഒരാളിൽ നമുക്ക് സ്പ്ലീനെ പാൽപേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഡബിൾ സൈസായി എൻലാർജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാൽപേറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്പ്ലീനോമെഗാലി. മെഗാലി എന്ന് പറയുമ്പോൾ തന്നെ എൻലാർജ്മെൻറ്റ് ഓഫ് സ്പ്ലീൻ. ഓക്കെ, ഇത് റൈറ്റ് ഇലിയാക് ഫോസയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു, നമ്മുടെ ഫ്രെനിക്കോ കോളിക് ലിഗമെൻ്റ് ആണ്, അത് കാരണമാണ് ഇത് റൈറ്റ് ഇലിയാക് ഫോസയിലേക്ക് പോകുന്നത്. ലാസ്റ്റ് വൺ ഈസ് സ്പ്ലീനെക്ടമി. സ്പ്ലീനെക്ടമി എന്ന് പറയുമ്പോൾ സർജിക്കൽ റിമൂവലാണ്. 2 പെഡിക്കിൾസ് ഉണ്ട്, ഗ്യാസ്ട്രോസ്പ്ലെനിക്കും ലീനോ റീനൽ ലിഗമെൻറ്റും. സോ ഇതിനെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ കണ്ടൻസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഓക്കെ, ഇനി ഇതിൽ വേറെയും കുറച്ച് ക്ലിനിക്സ് ഉണ്ട്, പക്ഷെ നമ്മൾ അതിലോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ട് വായിക്കാം, നോട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് സ്റ്റഡി ദീസ് 3. ഓക്കെ, താങ്ക് യു.